ബി.ജെ.പി. സംസ്ഥാന നേതാവിനെതിരെയും പീഡന പരാതി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെയാണ് എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. മുതിർന്ന നേതാക്കളോട് പരാതി അറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനോട് ബി.ജെ.പി. യുവമോർച്ച പ്രവർത്തകരോട് പറഞ്ഞത്, ഒരു കാളയെ വേണമെങ്കിൽ ബി.ജെ.പി. ഓഫീസിന്റെ മുൻവശത്ത് കൊണ്ടുപോയി കെട്ടിക്കോളൂ, അത് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഒരു പരിഹാസ രൂപേണ പറഞ്ഞത്. വലിയൊരു ബോംബ് പൊട്ടാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPM-ലും ബോംബ് പൊട്ടാനുണ്ട്, ബി.ജെ.പിയിലും ബോംബ് പൊട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ബി.ജെ.പിയിലെ ഒരു ബോംബ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ അതിൽ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാറിനെതിരെ ആയിട്ടാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറി എന്ന് നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന നേതാക്കളോട്, RSSന്റെയും അതുപോലെ തന്നെ ബി.ജെ.പിയുടെയും സംസ്ഥാന നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ യാതൊരു നടപടിയും സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം നിൽക്കുന്ന സമയത്ത് നിങ്ങളത് ആലോചിക്കണമെന്നാണ് ഈ ഒരു വനിതാ അഭിഭാഷക, അത് സി കൃഷ്ണകുമാറിൻ്റെ ബന്ധു കൂടിയാണ് ഈ വനിതാ അഭിഭാഷക ഒരു പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം ബാംഗ്ലൂരിലാണുള്ളത്. അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അവിടെ തുടരുകയാണ്. അടുത്ത ദിവസം തിരിച്ചെത്തും. ഉടൻ തന്നെ അത് ഈ ഒരു ഫർദർ നടപടി അല്ലെങ്കിൽ ഒരു തുടർ നടപടി ഉണ്ടാകും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് ഒരു തിരിച്ചൊരു ഇമെയിലായി കഴിഞ്ഞ ദിവസം വന്നത്. എന്തായാലും സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും അദ്ദേഹത്തെ ഏറ്റവും അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് ഇതൊരു വ്യാജ പരാതിയാണ്, ഇത് മുൻപ് തന്നെ കേസെടുത്ത് അത് പിന്നീട് കോടതിയിലേക്ക് നൽകി അത് തള്ളിയ പരാതിയാണ് എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. തീർത്തും കുടുംബ പ്രശ്നമാണ്, ബന്ധു കൂടിയാണ് ഈ പറയുന്ന ഈ വനിതാ അഭിഭാഷക. അതൊരു കുടുംബ പ്രശ്നമാണ്, സ്വത്ത് തർക്കമാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.